ഹേ ഗായ്സ്, കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ബർത്ത്ഡേ ആയിട്ട് ഉണ്ണി എനിക്ക് ഉണ്ടാക്കി തന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൽ ശർക്കരയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ എടുത്തേക്കുന്ന മറയൂരി ശർക്കരയാണ്, മറയൂരിൽ നിന്ന് മേടിച്ചാണ്. നിങ്ങൾക്ക് ഉള്ള ശർക്കര എടുക്കാം കേട്ടോ. പിന്നെ തേങ്ങ തിരുമിയിട്ട് അതിൻ്റെ പാലെടുത്തായിരുന്നു. ഒന്നാം പാല് രണ്ടാം പാലായിട്ട് രണ്ടായിട്ട് എടുത്തായിരുന്നു. പിന്നെ തേങ്ങാക്കൊത്ത്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്. ഇതിൽ ഏലക്ക എടുത്തിട്ടില്ല, ശർക്കരയിൽ ഏലക്കയുടെ ഫ്ലേവർ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. പക്ഷെ നിങ്ങൾ സെപ്പറേറ്റ് നോർമൽ ശർക്കര എടുക്കുകയാണെങ്കിൽ അതിൽ ചേർക്കണം കേട്ടോ. പിന്നെ ആദ്യം തന്നെ തേങ്ങാക്കൊത്ത് നെയ്യിലിട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അമ്മ ഇത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവന് ഇത്രയും കഴിവൊക്കെ ഉണ്ടായിരുന്നു, ഇവനിതൊക്കെ ഉണ്ടാക്കാൻ അറിയുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. തേങ്ങാക്കൊത്ത് വാടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് വറുത്ത് കോരി മാറ്റി വെച്ചു. പിന്നെ കുറുക്കി വെച്ച ശർക്കര പാനിയിലോട്ട് വേവിച്ച അട ഇട്ട് കൊടുത്തു. പിന്നെ കളർ ഒന്ന് മാറി വരുന്നവരെ, ശർക്കരയുടെ കളറും പിടിച്ച് മധുരമൊക്കെ പിടിക്കുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം ആദ്യം തന്നെ. എന്നിട്ട് ഇതെല്ലാം കൂടെ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം വറുത്ത് കോരി വെച്ചേക്കുന്ന കാഷ്യൂനട്ട്, മുന്തിരിങ്ങ, പിന്നെ തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് തിളപ്പിച്ചൊന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടാ. പിന്നെ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.